ഏത് സമ്പത്ത്? സമ്പത്ത് പ്രശ്നം ഉണ്ടാക്കില്ല. ഏത് സമ്പത്ത്? നിങ്ങളുടെ സ്വന്തം കാറ് എവിടെയെങ്കിലും മുട്ടിയാൽ അന്ന് മനസ്സിന് ഡിസ്റ്റർബൻസ് വരില്ലേ? അത് വിറ്റതിന് ശേഷം മുട്ടിയാലോ ഒരു പ്രശ്നമില്ല. എന്തു പറ്റി? അതിപ്പോ എൻ്റെ അല്ല. അപ്പൊ എൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴേ അതിന് പ്രശ്നം തരുള്ളൂ. ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞു, ഭർത്താവിന് എന്തെങ്കിലും വിഷമമുണ്ടായാൽ ഭാര്യയെ ബാധിക്കും, ഭാര്യയ്ക്ക് വല്ല വിഷമമുണ്ടായാൽ ഭർത്താവിനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങനെ വെക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാധിക്കണോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണോ. പക്ഷെ അവർ തമ്മിൽ തെറ്റി ആകെ പ്രശ്നം, ഇനി ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കില്ല മനുഷ്യ എന്നൊക്കെ പറഞ്ഞ ബഹളമൊക്കെ വെച്ച് ഡൈവേഴ്സിൽ കലാശിച്ചു. അയാളുടെ പാട്ടിൽ പോയി. അയാൾക്ക് ആക്സിഡന്റ് പറ്റി, കാലൊടിഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ വികാരം എങ്ങനെയിരിക്കും? എത്ര എണ്ണം പൊട്ടിയെന്ന്? ഒരു കാലേ ഒടിഞ്ഞുള്ളൂ. ഒന്നുകൂടിയും നേരത്തെ ആയിരുന്നെങ്കിലോ ഒരു കാലൊടിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ നെഞ്ച് പിടയും. ഇപ്പൊ ഒരു കാലൊടിഞ്ഞു എന്നുള്ളത് കേൾക്കുമ്പോൾ നെഞ്ച് പിടയല്ല, രണ്ടാമത്തെ കാലം കൂടെ ഒടിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ്. അപ്പൊ എപ്പോഴാണ് വിഷമം വരുന്നത്? നമ്മളെ മനസ്സുമായി ബന്ധപ്പെട്ടാൽ ഈ പ്രശ്നം. അപ്പൊ ശരീരം പ്രശ്നം ഉണ്ടാക്കും, വസ്തുക്കൾ പ്രശ്നം ഉണ്ടാക്കും, ആളുകൾ. ശരീരം പ്രശ്നമുണ്ടാക്കുന്നതിനെ ആധ്യാത്മിക താപം എന്ന് പറയും. വസ്തുക്കൾ പ്രശ്നമുണ്ടാക്കുന്നതിനെ ആദി ഭൗതിക താപം എന്ന് പറയും. ബന്ധുക്കൾ, ശരീരവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നതിനെ ആദി ദൈവീക താപം എന്ന് പറയും. ഇത് വ്യഷ്ടിയിലുണ്ട്, സമഷ്ടിയിലുണ്ട്. എന്നാൽ കൂടുതൽ നമുക്കുള്ളത് വ്യഷ്ടിയിൽ. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിലാണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നതിനെ ആധ്യാത്മിക താപം, ബന്ധുക്കൾ ഉണ്ടാക്കുന്നതിനെ ആദി ദൈവിക താപം എന്ന് പറയും, വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനെ ആദി ഭൗതിക താപം. ഇത് മൂന്നും ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ട് താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. എങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ? സച്ചിദാനന്ദ രൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തോട് അടുക്കും തോറും എന്താ ഉണ്ടാവുന്നത്? നമുക്ക് ഈ താപങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കാതിരിക്കുന്നത്? കാരണം നമ്മുടെ മനസ്സ് ആരിലേക്ക് എത്തിക്കഴിഞ്ഞു? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് ഭഗവാനിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇനി ഗുരുവിനെ നമസ്കരിക്കുകയാണ് ഇവിടെ. ഗുരുവായിട്ട് ഇവിടെ കാണുന്നത് വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ്. യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോ വിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യം പ്രവ്രജന്തമനുഭേദം അഭേദകൃത്യം. വേദവ്യാസ മഹർഷിയുടെ പുത്രൻ. അദ്ദേഹത്തിന്റെ പേര് ശ്രീശുകൻ എന്നായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് 12 കൊല്ലം ഇരുന്ന് മനനം ചെയ്ത് അവിടെ വെച്ച് തന്നെ ജീവൻ മുക്തനായി എന്നാണ്. 12 കൊല്ലമൊക്കെ ഗർഭപാത്രത്തിലിരിക്കുക പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. വിളിച്ചിട്ട് വരുന്നില്ല, ആയിട്ടില്ല അത്രേ. പണ്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഗർഭപാത്രത്തിൽ ഇരുന്നുണ്ടല്ലോ അച്ഛനെ കറക്റ്റ് ചെയ്തൊരു പാർട്ടി ഉണ്ട്. നമ്മുടെ ഭാരതത്തിൽ അങ്ങനെയൊക്കെയുള്ള മഹാത്മാക്കളുണ്ട്. അച്ഛൻ വേദം ചൊല്ലുമ്പം തെറ്റിപ്പോയി, ഉള്ളിന്ന് വിളിച്ചു പറഞ്ഞു മാഷയെ തെറ്റിയെന്ന്. ഇന്നെന്തോ അങ്ങനത്തെ കുട്ടികളൊന്നും വരാത്ത വലിയ ഭാഗ്യം. എന്നാൽ മിക്കവാറും അച്ഛന്മാർക്ക് കേൾക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അവിടുന്ന് പറഞ്ഞു അച്ഛാ തെറ്റിയെന്ന്. അച്ഛനങ്ങോട്ട് കരി വന്നു, കൊടുത്തൊരു ചവിട്ട് എന്നാണ്. ഗർഭപാത്രത്തിലേക്ക് ആ കുട്ടിയെ ഒരു ചവിട്ടി. എന്തോ കുട്ടി ചത്തുപോയില്ല, കുട്ടിക്ക് 8 വളവ് വന്നു എന്നാണ്. അങ്ങനെയാണത്രേ അഷ്ടാവക്രം എന്നുള്ള കഥാപാത്രം വന്നത്. ഇത് എത്ര കണ്ട് നമുക്ക് കഥ സത്യമാണെന്ന് നമുക്ക് അറിയില്ല. കാരണം ഒരു അച്ഛന് ഗർഭത്തെ നോക്കി ചവിട്ടാൻ പറ്റുമോ? ഇനി ചവിട്ടിയാൽ തന്നെ അമ്മ വെറുതെ വിടുമോ? ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്താണ്. ഈ ചവിട്ട ഉറപ്പ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഏതായാലും ഇവിടുത്തെ കഥ പറയുന്നത് 12 വർഷം എവിടെ ഇരുന്നു? ഗർഭപാത്രത്തിൽ. എന്നിട്ട് പുറത്തു വന്നൊരു ദിവസം, എന്നിട്ടോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു കുട്ടി ജനിച്ച ഉടനെ ഇറങ്ങി ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഗേറ്റൊക്കെ കടന്നിട്ട് ആള് നടന്നു പോവുക. എന്നാൽ അച്ഛനോട് ഒരു നന്ദി പറയാം, നിങ്ങളാണല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സഹായിച്ചത് എന്നുള്ളത്. അതൊന്നും പറഞ്ഞില്ല. അച്ഛനാണെങ്കിൽ പുറകിൽ പുത്ര പുത്ര പുത്ര. സിനിമയ്ക്ക് പറ്റിയ കാര്യങ്ങളാണ്. പുത്രനോ വിളി കേട്ടില്ല എന്നാണ്. തരവോപിനീതു, വൃക്ഷങ്ങളിൽ ചെന്ന് അലച്ചു അത്ര ഈ ശബ്ദം. അപ്പൊ അച്ഛന് മനസ്സിലായി, എൻ്റെ പുത്രൻ സർവഭൂതങ്ങളിലും ആ ഭൂതങ്ങളെ നിലനിർത്തുന്ന ചൈതന്യമാണ് താനെന്ന് ബോധ്യപ്പെട്ട് അതിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഒരു മഹാത്മാവാണ്. പുത്ര എന്നുള്ള ഭാവത്തിൽ നിന്നൊക്കെ ആ കുട്ടി ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ഗുരുവായി പുത്രനെ ഞാൻ നമസ്കരിക്കുന്നു. സ്വന്തം പുത്രനെ ഗുരുവായി എടുത്ത ആളാണ് ആര്? വേദവ്യാസ മഹർഷി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഗുരു സംസ്കാരമാണ്. ഇവിടെ അച്ഛന് പുത്രനെ പോലും എന്തായി കാണാൻ പറ്റി? ഗുരുവായി കാണാൻ പറ്റി. അപ്പൊ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം, ശിഷ്യൻ ഗുരുവാകുന്നു. പിന്നീട് ആ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യൻ ഗുരുവാകുന്നു. പിന്നീട് ശിഷ്യൻ ഗുരുവായി ഇത് പറഞ്ഞു കൊടുത്തിട്ട് ആ ശിഷ്യനും ഗുരുവായിട്ടുണ്ട്. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അവരൊക്കെ നമസ്കരിച്ചുകൊണ്ട് കഥയിലേക്ക് പോവുകയാണ്. ഇവിടെ ഭാഗവതത്തിന്റെ മഹാത്മ്യ കഥയിലേക്ക്. പണ്ട് ഈ കഥ നടക്കുന്നത് നൈമിഷാരണ്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാനതിനെ ഭാഗവതം വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെ കഥ പറഞ്ഞു പോകാം നമുക്ക്. നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കഥ നടക്കുന്നത്. അവിടെ ശൗനകാദി ഋഷീശ്വരന്മാര് യാഗം ചെയ്യുന്നു. എങ്ങനെ ഈ നൈമിഷാരണ്യം വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കലിയുഗം ആരംഭിച്ചപ്പോൾ ഈ ശൗനക ഋഷീശ്വരന്മാര് ബ്രഹ്മാവിനെ ചെന്നുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു, കലിദോഷം നീങ്ങാൻ ഒരു യാഗം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മോഹമുണ്ട്. അതിന് പറ്റിയ ഇടം എവിടെയാണ് ഭൂമിയിൽ എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു തരുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അത്രേ ബ്രഹ്മാവ് ഒരു ചക്രം കൊടുത്തയച്ചു എന്നാണ്. ഇതൊക്കെ നിങ്ങൾ കഥാരൂപത്തിലേക്ക് കേൾക്കാവേ. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ശാസ്ത്രീയത ഞാൻ ഭാഗവതം വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ സയൻസ് ഉണ്ട്. ആരാണ് ബ്രഹ്മാവ്, എന്താണ് നൈമിഷാരണ്യം, അപ്പൊ നമുക്ക് കൂടുതൽ കാണാം. ഇത് മാഹാത്മ്യമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ചക്രം നേമി കൊടുത്ത് അയച്ചു എന്നാണ്. ഇതെവിടെ ഉശീരണം സംഭവിച്ച് എവിടെ ചേരുന്നുവോ അത് നൈമിഷാരണ്യം. ആ സ്ഥലം അറിയപ്പെട്ട് അവിടെ യാഗം ചെയ്യണം. അങ്ങനെ ശൗനക ഋഷീശ്വരന്മാര് അവിടെ യാഗം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കടന്നു വരുന്നു സൂതൻ. ആ സൂതനെ നമസ്കരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അജ്ഞാനദ്വാന്ത വിദ്വംസ കോടി സൂര്യ സമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം ഭക്തിജ്ഞാന വിരാഗപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവേ ക്രിയതേ കഥം ഇഹ ഘോരേ കലുപ്രായോ ജീവശ്ചാസുരതം ഗതാ ക്ലേശാക്രാന്തസരസൈവ ശോധനേ കിം പരായണം ശ്രേയസാമിദ്ഭവേ ശ്രേയ പാവനാനം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തൽ വദാതുന ചിന്താമണിർലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം. എല്ലാവരുടെ ഉള്ളിലുമുള്ള അജ്ഞാനത്തെ നീക്കി അവരുടെ മനസ്സിൽ സൂര്യകോടി സമപ്രഭ തേജസ്സാർന്ന തൻ്റെ ഉള്ളിൽ തേജസ്സിനെ കൊണ്ട് നടക്കുന്ന ഗുരു അവരുടെ ഉള്ളിലേക്കും ഈ തേജസ്സിനെ കൊണ്ടുവരാൻ ആ കഥാസാരത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, ഈ ഘോരമായ കലിയിൽ നിന്നും എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളെ ഈ നിമിഷം ഇവിടെ വെച്ചിട്ട് സഹായിച്ചാലും, അതുപോലെ തന്നെ ശ്രേയസ്സിൽ വെച്ച് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള, അതുപോലെ തന്നെ പരിശുദ്ധമായ പാവനാനം ച പാവനം പരിശുദ്ധയിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന ആ ഭഗവാന്റെ പ്രാപ്തി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചിന്താമണി ലോകസുഖം, ചിന്താമണി കൊണ്ട് ലൗകിക സുഖങ്ങൾ വർദ്ധിപ്പിക്കാമത്രേ, സ്വർഗസമ്പദം ഉണ്ടാക്കാമത്രേ. പക്ഷേ ഗുരുവിന്റെ പ്രീതി ഉണ്ടെങ്കിലേ, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എന്ത് കിട്ടുള്ളൂ? ഭഗവൽ അനുഗ്രഹം, ഭഗവൽ അനുഭൂതി, ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇപ്രകാരം നമ്മൾ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലുമുള്ള അവിവേക മനസ്സിനെ വിവേകത്തിലേക്ക് ഉയർത്താൻ വഴി പറഞ്ഞു തരൂ എന്നാണ് ചുരുക്കത്തില്. ഇത് കേട്ടപ്പോ സൂത മഹർഷി പറയാണ്, പ്രീതി ശൗനക ചിത്തേതേ യതോ വശ്മി വിചാരിത സർവസിദ്ധാല നിഷ്പന്നം സംസാര ഭയനാശനം ഭക്തിയോഗവർദ്ധനം യശ്ച കൃഷ്ണ സന്തോഷ ഹേതുകം തദഹം തേ വിദാസ്യാമി സാവധാനയാ ശൃണു കാലവ്യാളമുഖഗ്രാസത്രാസ നിർണാശഹേതവേ ശ്രീമൽ ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം. എല്ലാവിധത്തിലുമുള്ള കാലദോഷം, നമ്മളൊക്കെ എങ്ങനെയാണത്രേ? കാലമാകുന്ന പാമ്പിന്റെ വായിൽ കുരുങ്ങിയിരിക്കുന്നവരാണ്. അതിൽപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തമാവാൻ ശ്രീമൽ ഭാഗവതം ശാസ്ത്രം ഈ കലിയിൽ ആര് പറഞ്ഞിരിക്കുന്നു? വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുകൻ. അപ്പൊ ഇവിടെ മരുന്ന് ഇതാണ്. അജ്ഞാനത്തിൽ നിന്നും അല്ലെങ്കിൽ അവിവേകത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ വേണ്ടത് എന്ത് കേൾക്കലാണ്? ഭാഗവതം ശാസ്ത്രം. വളരെ ശ്രദ്ധിക്കണേ പ്രയോഗം. ഈ ഭാഗവതത്തെ പുരാണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇതിനെ ശാസ്ത്രം എന്നാണ്. ശാസ്ത്രം എന്നുള്ള ശബ്ദത്തിന് അർത്ഥം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതുണ്ടല്ലോ. ഈ ഭാഗവതമൊക്കെ കുട്ടിക്കാലം മുതലേ നിങ്ങൾ ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ ദേവന്മാരുടെ കഥ, ശ്രീകൃഷ്ണന്റെ കഥ, ഇങ്ങനെയൊക്കെയല്ലേ. കഥകളെ ഒരിക്കലും ശാസ്ത്രം എന്ന് പറയില്ല, അതിനെ പുരാണം എന്നേ പറയുന്നു. എന്നാൽ ഭാഗവതത്തിൽ ഇവിടെ പറയുന്ന സൂത മഹർഷി പറയുന്നത് ഇത് പുരാണം എന്നല്ല. ശരിക്കും ഭാഗവതം 18 പുരാണങ്ങളിൽ ഒരു പുരാണമാണ് ഏത്? ഭാഗവതം. പക്ഷെ ഇവിടെ പുരാണം എന്നല്ല വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ ശാസ്ത്രം എന്നാണ്. അപ്പൊ എന്താണ് ഈ ശാസ്ത്രം എന്നുള്ള ശബ്ദത്തിനർത്ഥം? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നിമിഷം അനുഭവിക്കാൻ സാധിക്കുന്നത്, ഈ നിമിഷം ഇവിടെ വെച്ച് അനുഭവിക്കാൻ പറ്റുന്നത്, അനുഭവിക്കാൻ പറ്റുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസനാൽ ത്രായതേ ശാസ്ത്രം. ശാസന കൊണ്ട് നമ്മളെ ഉയർത്തി അനുഭവിക്കാൻ സാധിക്കുന്നു. മനസ്സിലായില്ലേ സ്വാമി എന്താ പറഞ്ഞതെന്ന്? അതായത് ശാസ്ത്രം വരുന്നത് ശ്രദ്ധയിൽ നിന്നാണ്. ശാസ്ത്രം വരുന്നത് ശ്രദ്ധയിൽ നിന്നാണ്. ഇന്ന് നമുക്ക് ശ്രദ്ധ എന്നുള്ള വാക്കിനുണ്ടല്ലോ, നമ്മൾ അത്ര അങ്ങോട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കാരണം നമ്മുടെ ഈ മതത്തിന്റെ സംസ്കാരങ്ങളൊക്കെ നിൽക്കുന്നത് വിശ്വാസത്തിലാണ്. നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, വിശ്വാസത്തിലാണ്. എല്ലാം വിശ്വാസം. സാധാരണ ആളുകൾ സംസാരിക്കാറുണ്ട്, എനിക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട്, എനിക്ക് നിങ്ങളിൽ
വിശ്വാസമുണ്ട്, എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. വിശ്വാസം എന്നുള്ള വാക്കാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ വിശ്വാസവും ശ്രദ്ധയും വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ശ്രദ്ധ വരുന്നത് അറിവിൽ നിന്നാണ്, വിശ്വാസം വരുന്നത് സംശയത്തിൽ നിന്നാണ്. എന്താണ്? ശ്രദ്ധ വരുന്നത് അറിവിൽ നിന്നാണ്, വിശ്വാസം വരുന്നത് സംശയത്തിൽ നിന്നാണ്. വീട്ടിൽ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നീയാണ് ലഡു എടുത്തത് എന്ന് എനിക്കൊരു സംശയമുണ്ട് നിന്റെ കാര്യത്തിൽ. ഇവിടുന്ന് ഈ സാധനം എടുത്ത് നീയാണോ സംശയമുണ്ട്. വിശ്വസിക്കൂ അമ്മേ, ഞാനല്ല എടുത്തത്, നമ്മളെന്താ പറയാ? വിശ്വസിക്കൂ എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ? എനിക്കൊരു സംശയമുണ്ട് നീയാണോ എടുത്തത്. പിന്നെ നമ്മൾ പറയുന്ന ഈ പ്രയോഗം ഉണ്ടല്ലോ, അനവധി തവണ ആവർത്തിക്കുന്ന സാധനമാണ് സംശയം. എനിക്കത് സംശയമുണ്ട് അവരാണോ എന്ന്, അല്ലെങ്കിൽ സംശയമുണ്ട് അവർ തന്നെയാണോ വന്നത്, ഇവരാണോ വന്നത്. നോക്കൂ, അവരോട് വലിയ കൂട്ടൊന്നും കൂടണ്ടോ, എനിക്ക് അവൻ്റെ പോക്ക് അത്ര ശരിയില്ല എന്നുള്ളൊരു സംശയമുണ്ട്, തോന്നലുണ്ട്. ഇതൊക്കെ സംശയത്തിലാണ്. അപ്പൊ സംശയത്തിൽ നിന്നാണ് വിശ്വാസം വരുന്നത്. എന്നാൽ ശ്രദ്ധ വരുന്നതോ അറിവിൽ നിന്നാണ്. അമ്മ പറയാണ് വീട്ടിൽ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മകൻ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ബാത്റൂം വളരെ വഴുക്കലുണ്ട്, സ്ലിപ്പറിയാണ്. അപ്പൊ അവൻ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ പറയും, മോനെ സൂക്ഷിക്കൂ, ശ്രദ്ധിക്കൂ, ബാത്റൂം നല്ല വഴുക്കലുണ്ട്. നിങ്ങൾ പറയോ, കുട്ടി നല്ല വഴുക്കലുണ്ട്, വേണേ വിശ്വസിച്ചോളൂ എന്ന്? ഉപയോഗിക്കൂ വാക്ക്? ആരും ഉപയോഗിക്കാറില്ല. കാരണം നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ത് വഴുക്കലുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കൂ, ശ്രദ്ധിക്കൂ എന്നുള്ളത്. നിങ്ങൾ എന്താണ് ഗ്യാസിൽ വല്ല പാലോ അല്ലെങ്കിൽ ചായ വെച്ചിരിക്കണം, പാത്രം നല്ല ചൂടുണ്ട്, കുട്ടി ചെന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാ? എടുക്കുമ്പോൾ സൂക്ഷിക്കൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കൂ, അത് കൊള്ളും. നിങ്ങൾ പറയോ, പാത്രം നല്ല ചൂടുണ്ട് കേട്ടോ, വേണേ വിശ്വസിച്ചോളൂ എന്ന് പറയോ? ഇല്ല. കാരണം നിങ്ങൾക്ക് നല്ലവണ്ണം ഉറപ്പുണ്ട്, അറിവുണ്ട്. അപ്പൊ ശ്രദ്ധ എന്നുള്ള വാക്ക് വരുന്നത് അറിവിൽ നിന്നാണ്. എന്നാൽ വിശ്വാസം വരുന്നതോ സംശയത്തിൽ നിന്നാണ്. ഈശ്വരനിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഈശ്വരൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് തന്നെ. ഒരിക്കലൊരു ആള് ഒരു അമ്പലത്തിന്റെ അടുത്ത് ബാറ് പണിതു. ആ ബാറ് പണിയുമ്പോൾ തന്നെ അമ്പലത്തിലെ കമ്മിറ്റിക്കാരെല്ലാവരും ചേർന്ന് അമ്പലത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഇത് പൊളിയണേ, ഇത് പൊളിയണേ. അതിന് പ്രത്യേക വഴിപാടുകളും പൂജകളൊക്കെ നടക്കുന്നുണ്ട്. പൊളിയണേ പൊളിയണേ പൊളിയണേ. ഇന്ന് ഇവരുടെ പ്രാർത്ഥനയൊന്നും നടന്നില്ല. ബാറിന്റെ പണിയൊക്കെ ഗംഭീരമായിട്ട് നടന്നു, അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവർക്കൊക്കെ ഒരു വിഷമം, നമ്മൾ പ്രാർത്ഥിച്ചൊന്നും നടക്കണില്ലല്ലോ. പിന്നെ കൂട്ടായ പ്രാർത്ഥന, നാട്ടുകാരെ വിളിച്ചിട്ട് പ്രാർത്ഥന, എല്ലാവരും ഇവർക്കെതിരെ. ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം ഭയങ്കര ഇടിയും മിന്നലും, ഇത് കത്തിച്ചാമ്പലായി. അപ്പൊ ഇവർ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, കണ്ടില്ലേ? ഇവർ പാട്ടുപാടി നടന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ്, കണ്ടില്ലേ? ദൈവത്തിന് അത് ഇഷ്ടമല്ല. അപ്പൊ ഇത് പൊളിഞ്ഞ് നശിച്ചപ്പോൾ ഇയാള് കോടതിയിൽ കേസിന് പോയി. എന്താ കേസെന്ന് വെച്ചാൽ, ഇതിവരെ നേരിട്ട് നശിപ്പിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിനെ കൂട്ടുപിടിച്ച് നശിപ്പിച്ചത് കൊണ്ട്, ഇവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്റെ ബാറ് പൊളിഞ്ഞത്, അതുകൊണ്ട് ഇത്രയും എനിക്ക് കോമ്പൻസേഷൻ തരുന്നു കോടതിയിൽ. അപ്പൊ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി തീരുമാനിച്ചു, ഞങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. നുണ പറഞ്ഞവര്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ കുടുങ്ങില്ലേ അവര്? കോടതി സത്യം പറഞ്ഞാൽ പെട്ടുപോയില്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ അടുത്ത് പലരും ഇതുപോലെ പല പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടൊന്നും അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു എങ്കിൽ ഇത് ആദ്യമേ പൊളിയേണ്ടതായിരുന്നു. അവരെ നിഷേധിച്ചു. ജഡ്ജിന്റെ മുന്നിലെ 2 പേപ്പറും. ജഡ്ജ് പറയാണ്, വളരെ പ്രത്യേക കേസിലാണ് ഇപ്പൊ ഞാൻ കുടുങ്ങിയിരിക്കുന്നത്, എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടുകൂടി ജഡ്ജിന്റെ മുഖത്തേക്ക്, എന്താവോ ഇത്ര ഗംഭീരത? അല്ല, ഇതിലെന്താ വെച്ചാല് തീരെ വിശ്വാസം ഉണ്ടാവാത്ത ഒരാളാണ് ബാറ് പണിതത്. അയാൾക്കിപ്പോ നല്ല വിശ്വാസം വന്നിരിക്കുന്നു, ഇവര് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പൊളിഞ്ഞത്. അയാൾക്ക് നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ശരിക്കും വിശ്വസിക്കേണ്ടവരാണ് കമ്മിറ്റിയുടെ ആൾക്കാർ. അവരിപ്പോ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല. ഇപ്പൊ വിശ്വസിക്കേണ്ടവരോട്ട് വിശ്വാസവും ഇല്ല, വിശ്വാസം ഇല്ലാത്തവന് നല്ലവണ്ണം. ഇതാണ് കാര്യം. ഇതാണ് നമുക്കൊക്കെ ഉള്ളത്. നമുക്കൊരു ഉറപ്പില്ലാത്തതിന് കാരണം നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമുക്ക് വിശ്വാസമല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അറിവിൽ നിന്ന് വരികയാണ്. ശ്രദ്ധയിൽ നിന്നാണ് ശാസ്ത്രം വരുന്നത്. എപ്പോഴാണ് പുത്രന് ശാസ്ത്രം വരുന്നത്? എപ്പോ പുത്രൻ ബാത്റൂമിലേക്ക് കാല് വെച്ചോ അപ്പൊ അവന് ബോധ്യമായി അമ്മ പറഞ്ഞത് ശരിയാണ്. അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ആ നിമിഷം അവിടെ വെച്ച് അമ്മ പറഞ്ഞത് അനുഭവമായി. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്.
മനസ്സിലാവുണ്ടോ? അപ്പൊ ഭാഗവതം ശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഹിന്ദു സംസ്കാരം അനുഭവത്തിന്റെ സംസ്കാരമാണ്. ഇവിടെ വച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒന്നിനെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. മറ്റുള്ള സംസ്കാരത്തിൽ അങ്ങനെയല്ല. മരിച്ചു പോയാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് പോകുമോ, അവിടെ ചെന്നാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കിട്ടുക. ക്രിസ്ത്യൻ സംസ്കാരങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മരിച്ചു പോയതിനു ശേഷമാണ്. എന്നാൽ ഭാരതത്തിൽ മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ല പറയാനുള്ളത്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആരെ അനുഭവിച്ചറിയാം? ഭാഗവതത്തിൽ ഏതൊരു സത്യത്തെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്, ഏതൊരു ഭഗവാന്റെ തേജസ്സിലേക്കാണോ നമ്മളെ നയിക്കുന്നത്, ആ ഭഗവാനെ ഇവിടെ വെച്ച് നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാം. അതുകൊണ്ട് ഭാഗവതം ശാസ്ത്രമാണ്, ഏതല്ല, ഒരു പുരാണമല്ല. മനസ്സിലായില്ലോ? അപ്പം അവസാനവും ഭാഗവതത്തിൽ പറയും തസ്മാൽ. അതുകൊണ്ട് പറയണം ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ. ഏകാദശത്തിൽ പറയുന്ന വാക്കുകളാണ്. ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ. ഭാഗവത ശാസ്ത്രത്തിൽ നല്ലവണ്ണം ശ്രദ്ധ വേണം. ഇനി ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഇത് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി. ഈ ശാസ്ത്രം എന്നുള്ള വാക്ക് 16-ാം അധ്യായത്തിൽ ഗീത നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയും ഭഗവാൻ തസ്മാൽ ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിഷു ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ. എല്ലാറ്റിനും പ്രമാണം എന്തായിരിക്കണം? ശാസ്ത്രമായിരിക്കണം. ഇന്ന് നമുക്ക് എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല പലതും ആചരിച്ചത്. നമ്മൾ കുട്ടിക്കാലത്തെ അച്ഛനമ്മമാർ അമ്പലത്തിൽ കൊണ്ടുപോയി അങ്ങനെ പല വഴിപാടുകളും പലതും ചെയ്തു, പ്രാർത്ഥനകളൊക്കെ. അങ്ങനെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചത് തരുന്ന ഒരാളായിട്ടാണ്. എന്ത് പ്രാർത്ഥിച്ചാലും ആര് തരും? അങ്ങനെയാണല്ലോ പല പല കാര്യസിദ്ധി പൂജകളും ആ പൂജകളും ഈ പൂജകളും എല്ലാം. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് പ്രാർത്ഥിച്ചതെല്ലാം ഈശ്വരൻ തരുന്നു? എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈശ്വരൻ പ്രാർത്ഥിച്ചതൊക്കെ തരികയാണെങ്കിൽ ഈശ്വരന് ഭ്രാന്ത് പിടിക്കില്ലേ എന്നൊരു സംശയം. എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അസുഖം ഉണ്ടെന്ന് ഇരിക്കുക, ഞാൻ എന്തായിരിക്കും അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക? എന്തിനുള്ള വഴിപാടായിരിക്കും? അസുഖം മാറുന്നുള്ളത്. ഈ ലോകത്തിലുള്ള എല്ലാവരും അസുഖമുള്ളവരൊക്കെ അസുഖം മാറ്റിത്തരണേയും പ്രാർത്ഥിക്കും. ഡോക്ടർമാർ എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? ഇത് രണ്ടും ദൈവം കേട്ട് കഴിഞ്ഞാൽ ആർക്കാ ഭ്രാന്ത് പിടിക്കുക? ഒരു വശത്തെ രോഗം മാറ്റുകയും വേണം, മാറ്റിയവനെ വീണ്ടും രോഗിയാക്കണം. ആണോ? ഇനി രണ്ടാമത്, എൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക, കുടുംബത്തിലാകെ പ്രശ്നങ്ങൾ. ഞാൻ ചെന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? ഭഗവാനെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ, ഞങ്ങൾ തമ്മിൽ സ്നേഹവും സൗഹാർദ്ദമൊക്കെ ഉണ്ടാവണേ. ഒരു വക്കീൽ എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? ഭഗവാനെ എല്ലാ വീടുകളിലും ധാരാളം പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായാലല്ലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇതും ദൈവം കേട്ട് കഴിഞ്ഞാലോ? പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവം കേട്ട് കഴിഞ്ഞാൽ ആർക്കാ പ്രശ്നം ഉണ്ടാവുക? ദൈവത്തിനാണ് പ്രശ്നം. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ശക്തി പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന ആളല്ല. അതങ്ങോട്ട് ഉറപ്പിക്കണം നമ്മൾ. ദൈവം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നത്, അപ്പൊ കേൾക്കില്ലേ ഭഗവാൻ? കേൾക്കും. ഭഗവാൻ എന്ന് പറയുന്നത് പുറമേ ഉള്ള ഒരാളാകുമ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന ആളാവുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അവിവേകത്തിൽ നിന്നും ഉയർത്തുന്ന ആളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ പ്രാർത്ഥിക്കണ്ടേ സ്വാമി? പ്രാർത്ഥിക്കുന്നതല്ല നടക്കുക, പ്രവർത്തിക്കുന്നതേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമം തെറ്റും. പ്രകൃതിയുടെ നിയമം എന്ന് വെച്ചാൽ ഫലം നിശ്ചയിക്കുന്നത് പ്രാർത്ഥനയല്ല, ഫലം നിശ്ചയിക്കുന്നത് പ്രവൃത്തിയാണ്. ആണോ അല്ലയോ? ആണോ? കുട്ടി പരീക്ഷയ്ക്ക് എഴുതി വെച്ചു, 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എഴുതി വെച്ചു കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂർന്ന്. എന്നിട്ട് വീട്ടിൽ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാണ്, ഹരപ്പാ കണ്ണു തുറക്കണേ, കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാവണേ എന്ന്. മുത്തശ്ശി വെച്ചു, എന്താണ് വിഡ്ഢിത്തം നീ പറയണത് എന്ന്. മുത്തശ്ശി അറിയാതെ എഴുതി വെച്ചു പേപ്പറിൽ കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാണെന്ന്. ഇനിയിപ്പോ പ്രാർത്ഥിച്ചാൽ മാറുമോ? മാറില്ല. ഇതുപോലെ നമ്മുടെ കർമ്മങ്ങളുടെ ഒന്നും ഫലം മാറ്റാൻ ആർക്ക് സാധ്യമല്ല? ദൈവത്തിന് സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ഓരോ പുരാണങ്ങൾ എടുത്തു നോക്കൂ, രാമായണം നോക്കൂ. ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ് ശ്രീരാമസ്വാമി അല്ലേ? ആ ദശരഥ മഹാരാജാവിന്റെ അവസാനത്തെ ഗതി നോക്കൂ നിങ്ങൾ. 2 വരങ്ങൾ കൈകേയി വാങ്ങിച്ചതും തളർന്നു പോയ ദശരഥ മഹാരാജാവ് രാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ തളർന്നു കിടക്കുകയാണ്. അവതാരമൂർത്തിയിരിക്കുന്ന ഭഗവാനോട് വേണമെങ്കിൽ അച്ഛന് തളർച്ച മാറ്റിത്തരാൻ പറയുന്നില്ലേ?
ശ്രീരാമസ്വാമിക്ക് സ്വയം അച്ഛൻ്റെ തളർച്ച എടുത്ത് മാറ്റാൻ പറ്റുമായിരുന്നില്ലേ? ഒരു ശ്രീരാമസ്വാമിയും അച്ഛൻ്റെ തളർച്ച എടുത്ത് മാറ്റിയിട്ടില്ല. ഉണ്ടോ? തളർന്ന് പരവശനായി രാമനെയും സീതയെയും ഓർത്ത് വിലപിച്ചുകൊണ്ടല്ലേ ദശരഥന്റെ അന്ത്യം? ആണോ അല്ലയോ? ശ്രീരാമസ്വാമി ഈശ്വരനല്ലേ? സീത ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമിക്ക് നല്ല ബുദ്ധിയില്ലേ? സീതയുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, രാവണനല്ലാന്ന്. ഏതോ ഒരു അലക്കുകാരൻ പറഞ്ഞതിന്റെ പേരിൽ രാജാവെന്ന നിലയ്ക്ക് ശ്രീരാമസ്വാമി സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലേ? സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവതാരമൂർത്തിയായിരുന്നിട്ട് പോലും സീതയെ പ്രസവിക്കാൻ കൊട്ടാരത്തിൽ അനുവദിച്ചില്ലേ രാമൻ? ഉണ്ടോ? അത് കഴിഞ്ഞ് സീത പ്രസവിച്ചതിന് ശേഷം ആ കുട്ടികളെ പോലും കാണാൻ രാമൻ പോകുന്നില്ല. ഉണ്ടോ? നോക്കൂ നിങ്ങൾ, കർമ്മഫലത്തെ മാറ്റാൻ ഈശ്വരന്മാർക്ക് പോലും സാധ്യമല്ല. ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രം എടുത്ത് നോക്കൂ, ധാരാളം കാണാം നിങ്ങൾക്ക്. ഏക സഹോദരിയാണ് സുഭദ്ര. ആ സുഭദ്രയുടെ പുത്രൻ യുദ്ധക്കളത്തിൽ അഭിമന്യു പെടഞ്ഞു വീഴുന്നത് കൃഷ്ണൻ നോക്കി നിൽക്കുന്നില്ലേ? വേണമെങ്കിൽ സഹോദരിക്ക് പുത്രനെ കൊടുത്ത് അനുഗ്രഹിക്കാമായിരുന്നില്ലേ? ഇനി അത് കഴിഞ്ഞ് സ്വന്തം കുലം തമ്മിൽ തല്ലി ചാവുന്നത് കണ്ണി കൃഷ്ണൻ അദ്ദേഹത്തിനെ രക്ഷിക്കാമായിരുന്നില്ലേ? ഭാഗവതം പറയുന്നു, കാലരൂപ്യൻ നമോദത. കാലം അതിൻ്റെ ലീലകളാടട്ടെ, ഭഗവാൻ അത് തടഞ്ഞില്ല എന്നതാണ്. അപ്പൊ കർമ്മഫലത്തെ തടയാൻ, കർമ്മഫലത്തെ മാറ്റാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. നിങ്ങൾക്ക് എന്ത് വരുമോ അതിനെ തടയാൻ എനിക്ക് വിഷമം വരരുതേ, രോഗം വരരുതേ, ബുദ്ധിമുട്ട് വരരുതേ, കഷ്ടപ്പാട് വരരുതേ, ദുരിതം വരരുതേ, പ്രയാസം വരരുതേ എന്നൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം. ആൽബർട്ട് ഐൻസ്റ്റീനും മറ്റും ജനിക്കുന്നതിന് മുമ്പ് ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത രത്നാകരന്റെ ഭാര്യ രത്നാകരനോട് പറയുന്ന വാക്കുകൾ, സപ്തർഷികൾ രത്നാകരനോട് ചോദിക്കുന്നത്, പോയി ചോദിക്കൂ നിന്റെ ഭാര്യയോടും മക്കളോടും, നീ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ഫലം അവരും കൂടി പങ്കിട്ടെടുക്കുമോ? രത്നാകര പോയി ചോദിക്കൂ. രത്നാകരൻ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഭാര്യ, ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ഭാര്യ, ഒരു സയൻസും പഠിക്കാത്ത ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചൂടന്നേ വരൂ. കർത്താവൊഴിഞ്ഞ് അന്യൻ ഭുജിക്കുമോ? വായിക്കുന്നല്ലേ രാമായണം? അതായത് അവിടുന്ന് ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം അങ്ങ് തന്നെ അനുഭവിക്കണം. അപ്പൊ ഈ പ്രാർത്ഥന കൊണ്ട് കാര്യമുണ്ടോ? ദുരിതം വരരുതേ, ദുഃഖം വരരുതേ, പ്രയാസം വരരുതേ, ബുദ്ധിമുട്ട് വരരുതേ, കാര്യമുണ്ടോ? ദൈവത്തിന് തട്ടി മാറ്റാൻ പറ്റുമോ? അപ്പൊ എത്ര വഴിപാടിന്റെ പൈസ ലാഭമായി നോക്കൂ നിങ്ങൾക്ക്. നിങ്ങൾ എത്ര വഴിപാടുകൾ നടത്തിയാലും നമ്മുടെ നാടൻ ഭാഷ ഉണ്ട്, വരാനുള്ളതൊന്നും വഴി തന്നില്ല. ആ പൈസ പോയി കിട്ടിയെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത്രയല്ല അതില്. ഇനി രണ്ടാമത്, ഭഗവാനെ നല്ലത് വരുത്തണേ, ഇത് വരുത്തണേ, അത് വരുത്തണേ, അത് പറയേണ്ട ആവശ്യമുണ്ടോ? അതങ്ങോട്ട് ചെയ്താൽ പോരെ? അത് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? പ്രവർത്തിക്കുകയാണോ വേണ്ടത്? എന്നാൽ നമ്മൾ ഹിന്ദുക്കൾ നല്ല ജന്തുക്കളാണ്. എന്തുകൊണ്ട്? പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥന, ഓ ഗുരുവായൂരപ്പ നല്ലത് വരുത്തണേ, ഇങ്ങോട്ട് തിരിഞ്ഞ ഭാര്യയെ മൂദേവി എന്ന് വിളിക്കും. അതും മുടക്കില്ല. എന്താ അർത്ഥമുണ്ട്? അപ്പോ പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്, പ്രവൃത്തിയാണ്. അപ്പൊ കർമ്മം അതിനനുസരിച്ചിട്ടാണ് കർമ്മഫലമെങ്കിൽ കർമ്മഫലത്തെ മാറ്റാൻ ആർക്ക് സാധ്യമല്ല. അപ്പൊ പിന്നെ ഈശ്വരന്റെ റോൾ എന്താ ഉള്ളത്? അല്ല സ്വാമി ഇപ്പം പറഞ്ഞ പ്രകാരം ഇപ്പം അങ്ങനെ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. പണി പകുതി കുറഞ്ഞു കിട്ടി, അമ്പലത്തിൽ പോകണം. അതെന്തിനു പോകണം? അത് പ്രാർത്ഥിക്കാനല്ല പോകേണ്ടത്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. നമുക്ക് വേണ്ടത് ഈശ്വരനോട് അടുക്കണം, ഈശ്വരനിലേക്ക് ചേരണം, ഈശ്വരനെ അനുഭവിക്കണം. അപ്പൊ ഈശ്വരനിലേക്ക് അടുക്കാനും ഈശ്വരനിലേക്ക് ചേരാനും ഈശ്വരനെ അനുഭവിക്കാനും അതിന് ക്ഷേത്രം പ്രയോജനപ്പെടുത്തണം നമ്മൾ, വേണ്ടേ? അതിനുള്ള ഒരു അന്തരീക്ഷമാണ് എവിടെ വേണ്ടത്? ക്ഷേത്രങ്ങളിൽ. കാരണം നമ്മുടെ സംസ്കാരം ശാസ്ത്രത്തിലൂന്നിയതാണ്, അത് വിശ്വാസത്തിലൂന്നിയതല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവിലൂടെ വന്നതാണ് ശാസ്ത്രം. അത് നമുക്ക് അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഉദാഹരണം നിങ്ങൾ മറക്കരുത്. ബാത്റൂം വഴുക്കുന്നു എന്ന് അമ്മ പറയുമ്പോൾ അമ്മയ്ക്കത് അറിവുണ്ട്, അമ്മയ്ക്ക് അനുഭവമുണ്ട്. ഇതുപോലെ ഋഷി പറയുന്നു, നിന്നിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഭഗവാൻ. ആ ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് മനസ്സുണർന്ന് പ്രവർത്തിക്കുന്നത്. നീ ആ മനസ്സിനെ ആ ചൈതന്യത്തിലേക്ക് സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഋഷി പറഞ്ഞ അറിവിനെ, അനുഭവത്തെ നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ബാത്റൂമിലേക്ക് കാല് വെക്കുമ്പോഴേ കുട്ടിക്ക് മനസ്സിലാവുന്നുള്ളൂ അമ്മ പറഞ്ഞത് ശരിയാണ്. ഇതുപോലെ നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക ഈ ഋഷി പറയുന്നത്? നമ്മുടെ മനസ്സിനെ
ആ ഭഗവാനിലേക്ക് അടുപ്പിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് ഈ ഭാഗവതം ശാസ്ത്രമാണ്, നമുക്കത് അനുഭവിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണെങ്കിലോ ഏതസ്മാദപരം കിഞ്ചിൽ മനഃശുദ്ധി ന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തര പുണ്യം തന്നെയാണ് ഭാഗവതം കിട്ടുക. എനിക്ക് നല്ല ബോധ്യമുണ്ടേ. കാരണം കുട്ടിക്കാലത്തെ ഇതൊക്കെ കുറെ മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് വലിയ അപകടമൊന്നും ജീവിതത്തിൽ വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും വൃന്ദാവനത്തിൽ നിൽക്കുമ്പോൾ ജർമ്മനിയിലെ ഒരു പ്രൊഫസർ അവിടെ വന്നു വൃന്ദാവനം കാണാൻ. അപ്പം അദ്ദേഹം ആരോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. സ്വാമി വളരെ ഭാഗവതത്തിൽ പ്രചാരം നടത്തുന്ന ഒരു സ്വാമിജിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ കുറച്ച് ഭാഗവതം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിന് കാപിലയോപാഖ്യാനത്തിൽ ഒരു ശ്ലോകം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അദ്ദേഹം എന്നെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, ഇത്ര കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമല്ലേ. എനിക്കിപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ജർമ്മനിയിൽ എവിടെയോ ഒരാൾ ഒരു ഇസ്കോണിൽ ആരോ ഒന്ന് പ്രഭാഷണം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കണം എന്നുള്ള താല്പര്യം വന്നതും അദ്ദേഹം വൃന്ദാവനത്തിൽ വന്നതും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയാണ് കുട്ടിക്കാലത്തെ ഭാഗവതം മനസ്സിലാക്കി അത് പറയാൻ സാധിക്കുന്ന ഒരു ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യം തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് എത്ര ഭാഗ്യമുണ്ട് നമുക്ക് എന്നുള്ളത്. നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അതുപോലെ നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളൊന്നും നമ്മൾ ഭാഗ്യമായിട്ട് കണക്കാക്കില്ല. നമ്മളൊക്കെ ഈ ബക്കറ്റിന്റെ സ്വഭാവമാണ്. എന്താ ബക്കറ്റിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരു മുനിസിപ്പൽ കിണറുണ്ട്, അവിടെ ധാരാളം ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കാണില്ലേ, ഇപ്പോൾ പൈപ്പായില്ലേ. പണ്ട് കാലത്ത് ബക്കറ്റുകൾ വെക്കും ഈ വില്ലേജിലൊക്കെ. അപ്പം അതിലൊരു ബക്കറ്റ് മറ്റേ ബക്കറ്റിനോട് പറയാണ്, നമ്മളെപ്പോലെ നിർഭാഗ്യവാന്മാർ ആരോ ഉണ്ടാവുക ലോകത്തിൽ. അതെന്താണത്? കാരണം നമ്മൾ വെള്ളം കൊണ്ടുപോകണു, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ താഴോട്ട് വരുമ്പം കാലിയായിട്ട് വരുന്നു. എന്നും കാലിയാണല്ലോ നമ്മൾ, എന്നും കാലിയല്ലേ നമ്മൾ. അപ്പം മറ്റേ ബക്കറ്റ് പറയാണ്, എടാ വിഡ്ഢി അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മളുണ്ടല്ലോ ഇങ്ങോട്ട് വരുമ്പം കാലിയാണ്, അങ്ങോട്ട് പോകുമ്പോൾ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടാ പോകുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ജനിച്ച് വീണ് വന്നത് കാലിയായിട്ടാണ്. പോകുമ്പോഴെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് നിറഞ്ഞു തുളുമ്പിക്കൊണ്ട് പോകണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പം അത് എത്ര നേരത്തെ ഇത് നിറയ്ക്കാൻ സാധിക്കുമോ അത്ര നേരത്തെ നിറയ്ക്കാൻ സാധിക്കുന്നത് ഭാഗ്യം തന്നെയല്ലേ? എന്താ ഒന്നും പറയാത്തത്? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മറ്റേ ബക്കറ്റിനെ പോലെ ചിന്തിക്കരുത്. എന്ത് എല്ലാം അങ്ങോട്ട് കൊണ്ടു ഇത് കാലിയായിട്ട് ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ ചിന്തിക്കരുത്. വന്നത് കാലിയായിട്ടാണ്, പോകേണ്ടത് നിറഞ്ഞു തുളുമ്പിക്കൊണ്ട് വേണം പോകാൻ. ഒരു വ്യക്തതയോടുകൂടി വേണം പോകാൻ. ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. ഏത് കാര്യത്തിലും നമുക്ക് ദൃഢമായ ബോധ്യം വേണം. ഏത് ചോദ്യം ആര് ചോദിച്ചാലും അതിന് വ്യക്തത ഉണ്ടാവണം. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് ഈ ഭാഗവതം ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഈ ഭാഗവതത്തെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് അനുഭവ ബോധ്യമാക്കി കൊടുത്തു. 7ാമത്തെ ദിവസം പരീക്ഷത്തിന്റെ വായിൽ നിന്ന് കേൾക്കുന്നത്, ഇപ്പോൾ എനിക്ക് തക്ഷകൻ മുന്നിൽ വന്നാൽ പോലും അല്പം പോലും ഭയമില്ല. നേരത്തെ ഭയന്ന മനസ്സ് ഇപ്പോൾ ഭയത്തെ നേരിടാൻ പ്രാപ്തമായിരിക്കുന്നു. അതിനർത്ഥം മനസ്സ് എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്? നേരത്തെ ശരീരബോധത്തിലായിരുന്ന മനസ്സ്, അവിവേകത്തിലായിരുന്ന മനസ്സ് ഇപ്പോൾ വിവേകത്തിലേക്ക് ഉയർന്ന് ഭഗവാനിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, കാൽക്കൽ വീണുകൊണ്ട് പറയുന്നു, അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാന വിജ്ഞാന നിഷ്ഠയാം ഭവദാദർശിതം ക്ഷേമം പരം ഭഗവതപദം. അവിടുത്തെ വിവേകം കാണിച്ചു തരുന്ന അറിവുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള അവിവേകം പോയി. അജ്ഞാനം നിരസ്തം, ജ്ഞാനം വിവേകം എനിക്ക് വന്നു. ഭവദാദർശിതം ക്ഷേമം പരം ഭഗവതപദം. എൻ്റെ മനസ്സിപ്പോ ഭഗവാന്റെ പദത്തിൽ ഉറച്ചു കഴിഞ്ഞു. എനിക്ക് അല്പം പോലും പേടിയില്ല, ഞാനിപ്പോ തളരില്ല, ഞാൻ പതറില്ല എന്ന് ദൃഢമായി പറയാൻ സാധിച്ച ആളാണ് പരീക്ഷത്ത്. ഇതുപോലെ നമ്മൾ പറയണം. ഇനി എന്തു വന്നാലും, പാലം കുലുങ്ങിയാലും, അതൊരു പക്ഷെ നിങ്ങൾ പറഞ്ഞു എന്ന് വരും. മനസ്സിലായില്ലേ? നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി എന്ന് പറയാം വിചാരിക്കുക. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചെക്ക് ചെയ്യാൻ പലതും, ഉള്ളതൊക്കെ ചെക്ക് ചെയ്തു, ഷുഗർ ഗിഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലഡ് റിപ്പോർട്ട് മേടിക്കാൻ നിങ്ങൾ പോകണം. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുകയാണ്, ഒറ്റയ്ക്കാണോ വന്നത്? ഇങ്ങനെ ചോദിക്കുമ്പം ഇപ്പൊ നിങ്ങൾ ചിരിച്ച പോലെ ആവില്ലേ കാര്യം. ചിരിക്കുമോ? അപ്പം ഡോക്ടർ മുന്നിൽ നന്നായി ഡോക്ടറെ ചോദിച്ചത്, ഇഷ്ടപ്പെട്ട ചോദ്യം. അപ്പം തന്നെ ഒരു ഷോക്ക് അപ്പം അടിക്കും. ഒറ്റയ്ക്കാണോ വന്നതെന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ കാര്യമായിട്ട് എന്തൊക്കെയോ അപകടങ്ങളുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെ ഒരാളെ കൊണ്ടും തളർത്താൻ, തകർക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഇതൊരു വലിയ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണത്. കാരണം ഇന്നുണ്ടല്ലോ നമുക്ക് എളുപ്പം തളരാം. നമ്മുടെ കുട്ടികൾ സേഫാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കല്യാണം കഴിച്ചു കൊടുത്താൽ സേഫാണെന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ നമുക്കറിയാം എങ്ങനെയാണ് എക്കണോമി അവസ്ഥ എന്നുള്ളത്. ജോലിയുടെ സുരക്ഷിതത്വം നമുക്കറിയാം.
എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാൻ അല്ലേ സാധിക്കും. എത്രയോ കഴിവുണ്ടായിട്ടും എത്രയോ അറിവുണ്ടായിട്ടും കാര്യമില്ല. ഒരു പയ്യൻ ഇന്റർവ്യൂവിന് വന്നിട്ട് പ്യൂണിനോട് പറയാണ്, കഷ്ടം നിന്റെയൊക്കെ ജീവിതം ആലോചിക്കുമ്പോൾ. അതെന്താന്ന് വെച്ചു, എനിക്ക് MBA ഡിഗ്രി ഉണ്ട്, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്, എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് ഈ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്കൊക്കെ എന്താ ഉള്ളത്? ഉടനെ പ്യൂൺ പറഞ്ഞു, എനിക്കൊരു ജോലി ഉണ്ട് എന്ന്. നിനക്ക് ഡിഗ്രി ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷെ നിനക്ക് ജോലിയില്ല, അതാ കാര്യം. എനിക്കൊരു ജോലി ഇല്ലതാണ്. അപ്പം ഇന്നത്തെ ഒരു ജോലി സുരക്ഷിതമല്ല. ഇന്നത്തെ ചുറ്റുപാടൊക്കെ നമുക്കറിയാം. അസുഖങ്ങൾ കൂടി വരികയാണ്. ശരീരത്തിന് എപ്പോൾ വേണമെങ്കിലും തളർത്താൻ പറ്റും. പ്രത്യേകിച്ച് എറണാകുളത്ത് ഏത് കൊതുകുകൾ കടിക്കുന്നതെന്ന് അറിയില്ല. ചിക്കനാണോ അതോ മട്ടനാണോ തക്കാളിയാണോ എന്താ നമുക്കറിയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ തളർത്താൻ ചുറ്റുപാടിന് സാധിക്കുമെങ്കിൽ നാം മനസ്സിനെ ക്രമേണ ഭഗവാനിലേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് പറയാൻ പറ്റും, പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ എൻ്റെ കൂടെ ഭഗവാനേ ഉള്ളൂ. ഈ ധൈര്യം നമുക്ക് മനസ്സിന് അല്പമെങ്കിലും കുറച്ചൊരു ഉയർച്ച തരില്ലേ? തീർച്ചയായിട്ടും. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? എന്നിൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ മനസ്സിനെ ഉണർത്തി പ്രവർത്തിക്കുന്ന, ഉറങ്ങുമ്പോഴും നിലനിർത്തുന്ന ശക്തിയാണ് ഭഗവാൻ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഈ ഭാഗവതം ജന്മാന്തരി പുണ്യം തന്നെയാണ്. ഇത് പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉയർത്തി. അങ്ങനെ ഇരിക്കെ ഒരിക്കലും പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇത് പുരാണത്തിൽ വരുന്നൊരു കഥയാണ്. അവിടെ ദേവന്മാർ വന്നു അത്രേ. ദേവന്മാരെപ്പോഴും പാരവയ്ക്കുന്ന ഗ്രൂപ്പാണല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ, രാധാകൃഷ്ണൻജി പറഞ്ഞതുപോലെ, അവർക്ക് എപ്പോഴും അസൂയാണ്. അപ്പോൾ ദേവന്മാരവിടെ അമൃതമായിട്ട് വന്നു എന്നാണ്. അങ്ങനെ ഒരു കാര്യം സങ്കല്പിക്കുക. അപ്പൊ ദേവേന്ദ്രനും കൂട്ടുകയാണ്. ചോദിച്ചു, എന്താ കാര്യം? അല്ല, ഞങ്ങൾക്ക് ഭാഗവതം ഇങ്ങോട്ട് തന്നാൽ അദ്ദേഹത്തിന് പരീക്ഷത്തിന് അമൃതം അങ്ങോട്ട് കൊടുക്കാം. ശ്രീശുഖ ബ്രഹ്മർഷി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ അമൃത്? എന്ത് കാര്യം നിങ്ങളുടെ അമൃത് കൊണ്ട്? കൊണ്ടുപോകൂ ദേവന്മാരെ. കൊക്കഥ കൊസ്വത എന്തു കാര്യമുണ്ട് അതുകൊണ്ട്? ഇതൊന്നും ഈ ഭാഗവതാമൃതത്തിന്റെ അടുത്ത് പോവില്ല, കൊണ്ടുപോയിക്കൊള്ളൂ. കാരണം എന്താണത്രേ, അവർക്ക് അതിൽ അത്ര താല്പര്യം, ആ ഭാഗവതത്തെ ഉൾക്കൊള്ളാനുള്ള താല്പര്യം ദേവന്മാർക്ക് കണ്ടില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞയച്ചു. പിന്നീട് മറ്റൊരു കഥ പറയുന്നത്, പരീക്ഷത്തിന് ഭാഗവതം കൊണ്ട് ഉന്നതി കിട്ടിയപ്പോൾ ബ്രഹ്മാവിനൊരു സംശയം, എന്താ ഇത്ര ഭാഗവതത്തിന് ശക്തി എന്ന് ഒന്ന് നോക്കണമല്ലോ. ഒരു തുലാസ് കൊണ്ടുവന്ന് ഒരു തട്ടിൽ ഭാഗവതവും മറുതട്ടിൽ മറ്റ് ശാസ്ത്രങ്ങളൊക്കെ വെച്ച് നോക്കിയത്രേ. അപ്പൊ കാണുന്നത് മറ്റ് ശാസ്ത്രങ്ങൾ അപ്പോഴും അത് പൊങ്ങി നിൽക്കുകയാണ്, ഭാഗവതം താഴ്ന്നു നിൽക്കുകയാണ്. താഴ്ന്നു നിൽക്കാൻ മോശം എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാറ്റിനേക്കാളും ഭാരം. ഇവിടെ പുസ്തകത്തിന്റെ ഭാരമല്ല, അത് വേറെ കാര്യം. പുസ്തകം തന്നെ 2 വോളിയം ഉണ്ടല്ലോ, ആ അർത്ഥത്തിലല്ല ഇവിടെ. അതിന്റെ അറിവ് കൊണ്ടും അതിന്റെ സമ്പത്ത് കൊണ്ടും അതിന്റെ ഉള്ളിലെ ഘടന കൊണ്ടും എല്ലാം കൊണ്ടും മറ്റ് ശാസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള ഭാഗവതം ഇതിന് ചിട്ടപ്പെടുത്തിയത്, സപ്താഹ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത് സനൽകുമാരാദി മഹർഷിമാരാണ്. അത് അദ്ദേഹം നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരി, അതെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കഥ പറയുമ്പോൾ, ഒരിക്കൽ നാരദ മഹർഷി ഭാരതത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നു. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. നാരദ മഹർഷിക്ക് ഇടയ്ക്ക് ഭൂമിയിലേക്ക് വരാൻ തോന്നും. അപ്പോഴൊക്കെ കഷ്ടപ്പാടുകളായിരിക്കും ഇവിടെ. നാരദ മഹർഷി വന്നു. എവിടേക്കാണ് അത്രേ? അഹം തു പൃഥിവിം യാദോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശിം ഗോദാവരിം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു ബ്രഹ്മ